എന്തായാലും ഈ കൊട്ടാരക്കരയിൽ ബമ്പ ടിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുന്നുണ്ട്. CPM നിന്ന് ഏകദേശം 15 വർഷത്തോളം CPM എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് MLA ഒക്കെ ആയിരുന്ന ഐഷ പോറ്റി പൊടുന്നനെ തന്നെ CPM-കാർ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി. ഇപ്പൊ കേൾക്കുന്നത് ഐഷ പോറ്റി BJP-യിലേക്കും ഒരു കൈ നോക്കിയിരുന്നു എന്നുള്ളതാണ്. ഇനി ചാടാമല സാധ്യതയുണ്ടോ? സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഐഷ പോറ്റി അല്ലേ? ഐഷ പോറ്റി CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് അവിടെ വന്നിട്ട് നിയമസഭയിൽ വന്നിട്ട് ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. ഐഷ പോറ്റിയെ അന്ന് ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ദൂരദർശൻ വിളിച്ചത് ഞാനാണ്. വിളിച്ച സമയത്ത് ഐഷ പോറ്റി നെറ്റിയിലൊരു കുറിയുമായിട്ട് ചന്ദനക്കുറിയുമായിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ചന്ദനക്കുറി അണിയുക എന്ന് പറയുന്നത് നിഷിദ്ധമാണ് CPM-ൽ. അതൊരു കുറ്റമായിട്ട് കണക്കാക്കപ്പെടും. അതൊരു വർഗീയതയായിട്ട് സംഘി, പരിവാർ, ചാണകം എന്നെല്ലാം വിളിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആ കുറി വിട്ടുകൊണ്ട് കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് അവരവിടേക്ക് വന്നത്. കൊട്ടാരക്കരയിൽ R ബാലകൃഷ്ണപിള്ളയെ മലത്തി അടിച്ച ശേഷമുള്ള ആദ്യ വരവ് ദൂരദർശനിലായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് അവരെ. BJP-യിലേക്ക് പോകുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തുകൊണ്ട് പോയില്ലെന്നുള്ളത് മാത്രമാണ്. കോൺഗ്രസിലേക്ക് പോയത് ജയസാധ്യത ഒന്നും നിർത്തിയായിരിക്കും. ഇപ്പം ഐഷ പോറ്റിയുടെ ജയസാധ്യത അപകടത്തിലാണ്. അവിടെ കോൺഗ്രസിൽ നിന്ന് രശ്മി വന്നു. രശ്മി എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ലോക്കലായിട്ട് കുറേയേറെ വോട്ടുകളുള്ള ഒരാളാണ്. അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയിലുണ്ടായിരുന്ന ആളാണ്. മഹിളാ കോൺഗ്രസിന്റെ പ്രധാന നേതാവായിട്ട് പ്രവർത്തിച്ച ആളാണ്. അത് KN ബാലഗോപാലിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിപ്പിച്ച ആളാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ രശ്മിയോട് മത്സരിച്ച് തോറ്റ് ഞാൻ നാണക്കെടണ്ട, ബാലകൃഷ്ണപിള്ളയോട് മത്സരിച്ച് ജയിച്ചതിൻ്റെ ആ ഖ്യാതി കളയണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ഇനി എന്നാൽ BJP-യിലോട്ട് അങ്ങ് പോയാലോ എന്ന് വിചാരിച്ചാൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ രശ്മിക്ക് വേറൊരു മണ്ഡലം കൊടുക്കും. വേറൊരു മണ്ഡലത്തിലേക്ക് രശ്മിയെ മാറ്റിക്കൊണ്ട് ഇവരെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പം ട്വിസ്റ്റുകളുടെ നഗരമാണ് പണ്ട് മുതലേ ഈ കൊട്ടാരക്കര. പണ്ട് കൊട്ടറ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദാവീദ് R ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഗോലിയാത്തിനെ അവിടെ അട്ടിമറിച്ചു, ഞെട്ടിച്ചു കളഞ്ഞു. കേരളം മുഴുവൻ ഞെട്ടി. ഞങ്ങളൊക്കെ കോളേജ് വിദ്യാർത്ഥികളാണ്. അത് പക്ഷേ രോമാഞ്ചമായി കൊട്ടറ ബാലകൃഷ്ണൻ പോയി. കൊട്ടറ ബാലകൃഷ്ണൻ പിന്നെ വേറെ പാർട്ടിയിലൊക്കെ മാറി അങ്ങ് നശിച്ച് അപ്രസക്തനായി തീർന്നു. എങ്കിലും ആ ഒരു ട്വിസ്റ്റ് അവിടെ നടന്നു. അതിനുശേഷമാണ് പിന്നെ നടക്കുന്ന ട്വിസ്റ്റാണ് ഐഷ പോറ്റി ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കുക എന്നുള്ളത്. അതും കഴിഞ്ഞ് ഇപ്പം ട്വിസ്റ്റ് വീണ്ടും വരാൻ പോകുന്ന രശ്മി മിക്കവാറും BJP കേഡറിൽ BJP ചിഹ്നത്തിൽ അവിടെ മത്സ്യമണ്ഡലം വീണ്ടെടുക്കും. BJP അങ്ങോട്ട് കൂടി ഇതുവരെ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ആ മണ്ഡലം കൂടി കൊട്ടാരക്കര ഗണപതിയുടെ ആ മണ്ഡലം കൂടി പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോകുന്നത്. അവിടെ ക്രിസ്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസ് വളരെ ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും BJP-യോടെ കാര്യങ്ങൾ മനസ്സിലായി. BJP അങ്ങനെ ഈ മറ്റു മതങ്ങളെ നിന്ദിക്കുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായി. ദേശീയത, വികസനം ഇത് രണ്ടുമാണ് അവർ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ഇത് രണ്ടിനോടും അവർക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത ഒരു സംഘടന, ഒരു സഭയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. അത് തീർച്ചയായിട്ടും എന്ന് മാത്രമല്ല, ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ ഈ ക്ഷേത്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഭക്തരുടെ വമ്പിച്ച തരത്തിലുള്ള ഭക്തരെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ധാരാളമായിട്ടുണ്ട്. എനിക്കറിയാം, ഗുരുവായൂരിലെ കാര്യങ്ങൾ അറിയാം. അല്ല, തിരുവനന്തപുരത്തുകാര് വെട്ടുകാടും ഇവിടെയും ഭീമാവളിയും പോകുന്നില്ലേ? അത് മതത്തിന്റെ പേരിലല്ലല്ലോ, അത് മുസ്ലിം മതമാണെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിന്റെ ഇതിലാണെന്നോ പറഞ്ഞിട്ടല്ലല്ലോ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഉള്ള ഏകദേശം ഒരു 80% ആളുകളും വെട്ടുകാടും ഭീമാവളിയിലും എപ്പോഴും പോകുന്നതാണ്. ഭീമാവളിയിലെ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോകാൻ ശ്രമിക്കാറുണ്ട്. ഉള്ള നാടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പള്ളിയിലും പോകും, അമ്പലത്തിലും പോകും. അങ്ങനെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. പള്ളിയും അമ്പലത്തിലും ഒരേ സമയം പോകുന്നതാണ്. അവർക്ക് BJP-യോട് അങ്ങനൊന്നും വലിയ വിരോധമൊന്നും ഉണ്ടാവാൻ ഒരു വഴിയില്ല. മിക്കവാറും കൊട്ടാരക്കര എന്ന് പറയുന്നത് അവർ പിടിച്ചെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല. വീണ്ടും ഒരു ട്വിസ്റ്റും വീണ്ടും ഒരു അട്ടിമറി. ഈ പ്രാവശ്യം ആ ട്വിസ്റ്റ് നടത്തുന്നത് രശ്മിയാണോ അതോ ഐഷ പോറ്റിയാണോ എന്നുള്ളതേ ഉള്ളൂ. ആ കാര്യത്തിൽ നമുക്ക് നോക്കിക്കാണാം. എന്തായാലും നിയമസഭാ പ്രഖ്യാപനം വന്നിട്ടില്ല, നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടില്ല, ഇനിയും ഉണ്ട് സമയം. അവിടെ ഈ അഖിൽ മാരാർ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. 2020-യിൽ ചേർന്ന അഖിൽ മാരാർ
ഞാൻ BJP-യിൽ 70% മാത്രമേ BJP-ക്കാരനുള്ളൂ, ബാക്കി ആരാണ് 2020 ആണോ എന്ന് അറിയില്ല. കാരണം 2020-യുടെ ആശയങ്ങൾ BJP-യുടെ ആശയങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നത് കൊണ്ടാണല്ലോ അവർ NDA-യുടെ സഖ്യകക്ഷിയായത്. അപ്പോ അത്തരം നിലപാടുകളുമായി 2020 മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തേക്ക് കയറി അംഗത്വം എടുത്ത അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അതിനൊരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാരാറും 2020 വിടാനുള്ള സാധ്യതയുണ്ട്. സീറ്റ് കിട്ടിയില്ല, കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിടുന്ന ആളുകളുള്ള ഈ നാട്ടിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു വിടുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. അത്തരത്തിലൊരു നീക്കം അഖിൽ മാരാറുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? സീറ്റ് കിട്ടാത്ത മാരാർക്ക് വല്ല പഞ്ചായത്ത് സീറ്റും ഒക്കെ കൊടുത്ത് അവിടെ ഒക്കെ ജയിച്ചു വരട്ടെ, മാരാരെല്ലാം പഠിക്കട്ടെ, പഠിക്കട്ടെ ശരിക്ക്. അല്ലെങ്കിൽ ആ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കഴകക്കാരനായിട്ട് വരട്ടെ. മിക്കവാറും കൊടുക്കാൻ സാധ്യതയില്ല. കൊടുക്കുവാണെങ്കിലും വല്ല കൊണ്ടുപോയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും എങ്ങാനും കൊടുക്കാനേ സാധ്യതയുള്ളൂ. കാരണം കൊട്ടാരക്കര പ്രസ്റ്റീജാണ്. ഈ BJP-ക്ക് പിടിച്ചടക്കുവാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇതുപോലെ തന്നെ BJP-ക്ക് സാധ്യതയുള്ളൊരു മണ്ഡലമാണ് അടൂർ. എന്തുകൊണ്ട് അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. കൊട്ടാരക്കര അടൂർ അടുത്തടുത്ത പ്രദേശങ്ങളാണ്, മനസ്സിലായില്ലേ? ഈസി ആയിട്ട് ജയിക്കാനുള്ള കോപ്പ് അടൂരിൽ ഉണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രമുള്ള അടൂരിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ വേണ്ട വിധത്തിൽ BJP അത് മുതലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുതലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അവരുടെ കയ്യിലെടുക്കാനുള്ളതേ ഉള്ളൂ. ഈ അടൂരെന്ന് പറയുന്ന കൊട്ടാരക്കരയും പറയുന്നത് ഒരേ റൂട്ടിൽ തന്നെയുള്ള മണ്ഡലങ്ങളാണ്. സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ ഇത്തവണ കൊട്ടാരക്കര ആര് പിടിക്കും? സാധ്യത ആർക്കൊക്കെയാണ്? സാധ്യതകളെല്ലാം തള്ളിക്കളയും. ഒരു സാധ്യതയും പറയാൻ പറ്റാത്ത തീ പാറുന്ന ത്രികോണ മത്സരമായിരിക്കും നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല. തീ പാറും ഈ പോരാട്ടത്തിൽ. ഇത് ആരെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. BJP ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയും. ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നേട്ടം വമ്പിച്ച തോതിലുള്ള വോട്ട് വർധന അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. BJP പക്ഷേ ഉഴപ്പി കഴിഞ്ഞാൽ പോയി. ആ തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് അത് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം. 15 വർഷത്തോളം അധികാരത്തിന്റെ രുചി അറിഞ്ഞ, അതിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ച ഐഷ പോറ്റി തന്നെ തഴയപ്പെട്ടു. അതായത് തനിക്ക് ഒരു പക്ഷേ സീറ്റ് കിട്ടില്ല, തനിക്കിനി മത്സരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല, MLA ആകില്ല എന്നൊക്കെയുള്ള അധികാരമില്ലെങ്കിൽ ചില ആളുകൾക്ക് വല്ലാത്തൊരു അസഹിഷ്ണുതയും ഒരു വല്ലാത്ത അസ്വസ്ഥതയും ഒക്കെയാണ്. അവർക്ക് അധികാരമുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ. ജനപ്രതിനിധി എന്ന് പറയുന്നത് അധികാരം വേണം എന്ന് വിചാരിക്കുന്ന ഒരു തരത്തിലേക്കാണ്. അങ്ങനെ ഐഷ പോറ്റി അധികാരം കിട്ടാതെ വന്നപ്പോൾ തന്നെ തഴയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൽ വന്നത്. അപ്പൊ സ്വാഭാവികമായും ഐഷ പോറ്റി ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ. അങ്ങനെയാണ് എങ്കിൽ CPM-നെ കുറച്ച് ആധിപത്യമുള്ള കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ ഒരു സാന്നിധ്യം കോൺഗ്രസിനെ സഹായിക്കുമോ? കോൺഗ്രസിനെ തീർച്ചയായിട്ടും സഹായിക്കും. കാരണം ഐഷ പോറ്റി അവിടെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകയാണ്, പ്രശസ്തയായിട്ടൊരു അഭിഭാഷകയാണ്, മിടുക്കിയായിട്ടുള്ളൊരു അഭിഭാഷകയാണ്. ലോക്കലായിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർക്ക് ധാരാളമായിട്ട് വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷെ പാർട്ടി മാറിയത് കൊണ്ട് പാർട്ടി വോട്ടുകൾ അവർക്ക് കിട്ടില്ലെന്നുള്ള ഉറപ്പാണല്ലോ. ആ പാർട്ടി വോട്ടുകളെ മറികടക്കാൻ ഈ കോൺഗ്രസിന്റെ വോട്ടുകൾ പര്യാപ്തമാണ് ഈ പ്രാവശ്യം. കാരണം ആന്റി ഇൻകുംബൻസി ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു ഫാക്ടറായിട്ട് അവിടെ അടിയൊഴുക്കായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ CPM അവരെ അവഗണിച്ചു എന്നൊന്നും പറയുന്നത് വലിയ കഥയൊന്നുമില്ല. അവർക്ക് കൊടുക്കാവുന്ന ടൈം അത്രയും കൊടുത്തു, അവർക്ക് മാക്സിമം ടൈംസ് കൊടുത്തു. ഇനിയും പിന്നെ അവർ ഈ തൊഴുത്തിൽ നിന്നാൽ ഇനി എനിക്ക് പ്രയോജനം എന്ന് പറഞ്ഞാൽ അവർ സ്വയം മറ്റൊരു തൊഴുത്തിലേക്ക് പോയി. അത് മാറാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അവർക്കുണ്ട്. അവർ CPM അവഗണിച്ചു എന്ന് പറയേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവർ തന്നെയാണ് ആദ്യം ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പാർട്ടിയിൽ ഇരിക്കെ തന്നെ പോയത്. ഇത് ഞാൻ പാർട്ടി മാറുന്നതിൻ്റെ നല്ല ഉമ്മൻചാണ്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് പോയതാണെന്ന് അന്ന് പറഞ്ഞത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത് കോൺഗ്രസിലേക്കുള്ള ഒരു വഴിവെട്ടുകയായിരുന്നു അവരെന്നുള്ളത് ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞല്ലോ, വളരെ വ്യക്തമായി കഴിഞ്ഞു. ആ പറഞ്ഞത് അവരുടെ ഒരു ഇന്റഗ്രിറ്റി ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അന്നേ തന്നെ അവർക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ഇപ്പൊ എല്ലാം ഒഴിഞ്ഞു വന്നപ്പോൾ ഇപ്പൊ കോൺഗ്രസിനാണ് അവസരം എന്ന് കണ്ടപ്പോൾ അവരങ്ങോട്ട് മാറി. അത് പ്രായോഗിക ബുദ്ധി, അതിനപ്പുറം ഒന്നും പറയാനില്ല. അതൊരു തെറ്റാണെന്നും പറയാൻ പറ്റില്ല.